ഹായ്, നമസ്കാരം. ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ആയാലോ? പലർക്കും അനുഭവപ്പെടുന്ന ചില സൗന്ദര്യ പ്രശ്നങ്ങളാണ് മുഖക്കുരു, മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ്, കറുത്ത പാടുകൾ, മുഖത്തെ ചുളിവുകളൊക്കെ. അപ്പം ഇതിനൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ. ഈ കസ്തൂരി മഞ്ഞൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം കുറച്ചു കാലം മുമ്പ് വരെ മഞ്ഞക്കൂവയാണ് മാർക്കറ്റിലും അതുപോലെ വീടുകളിലും വ്യാപകമായിട്ട് കസ്തൂരി മഞ്ഞൾ എന്ന പേരിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. മഞ്ഞക്കൂവയുടെ നിറം മഞ്ഞ തന്നെയാണ് കേട്ടോ. എന്നാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ കളറ് യെല്ലോ കളർ അല്ല, ഒരു വെണ്ണയുടെ അല്ലെങ്കിൽ ക്രീമിഷ് കളർ എന്നൊക്കെ പറയില്ലേ, അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ കളർ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല സ്മെല്ലാണ് ഇതിന്. കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ലില്ലേ, അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഈ കസ്തൂരി മഞ്ഞളിനുള്ളത്. മഞ്ഞക്കൂവ ഉപയോഗിക്കുമ്പോൾ പലർക്കും നീറ്റലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ കസ്തൂരി മഞ്ഞളിന് അങ്ങനെയല്ല കേട്ടോ. അതുപോലെ നമുക്ക് കസ്തൂരി മഞ്ഞൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് അറിയാലോ അല്ലേ. മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, മുഖക്കുരു, കരിവാളിപ്പ്, അതുപോലെ നമ്മുടെ പനി, അഞ്ചാമ്പനിയും ചിക്കൻ ബോക്സും ഒക്കെ വന്നിട്ടുണ്ടാവുന്ന മായാതെ നിൽക്കുന്ന പാടുകളൊക്കെ ഇല്ലേ, പ്രായം ചെല്ലും തോറും മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, ഇതൊക്കെ മാറാനായിട്ട് ഈ കസ്തൂരി മഞ്ഞൾ വളരെയധികം ഉപകാരപ്രദമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കസ്തൂരി മഞ്ഞൾ പറിച്ചെടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയ കസ്തൂരി മഞ്ഞളാണിത്. ഇതിനെ നമ്മളൊന്ന് ഒടിച്ചു നോക്കി, കണ്ടോ? ഇതിന് കളറ് കണ്ടോ? യെല്ലോ കളറല്ല, ഒരു ക്രീമിഷ് കളർ, വെണ്ണയുടെ ഒക്കെ കളർ പോലെയാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ കളർ കേട്ടോ. വളരെ നല്ല സുഗന്ധമാണ്. കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒക്കെ കൂടിയുള്ള ഒരു സുഗന്ധമാണ് കേട്ടോ അതിന്. കനം കുറച്ച് അരിഞ്ഞിട്ട് നിഴലിൽ വെച്ച് ഉണക്കിയെടുക്കണം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ ഉണക്കിയെടുക്കണം കേട്ടോ. കണ്ടപ്പോൾ നമ്മൾ കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മൾ കസ്തൂരി മഞ്ഞൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്, ഓരോ ടൈപ്പ് സ്കിന്നിനും ഓരോ തരത്തിൽ ഉപയോഗിച്ചാലാണ് അത് കൂടുതൽ നമുക്ക് ഫലം കിട്ടുക. ഇപ്പോൾ ഡ്രൈ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ തൈര് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് തേൻ ചേർത്തിട്ട് ഉപയോഗിക്കാം. അതുപോലെ മുഖത്തിന് നിറം കൂട്ടാനായിട്ട്, ഗ്ലോ കിട്ടാനായിട്ട് ഉപയോഗിക്കുമ്പോൾ പാലിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ മുഖത്ത് ഇപ്പോൾ കുരുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്ന അപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മുഖക്കുരുവിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ചെറുപയർ പൊടിയില്ലേ, നമ്മുടെ ചെറുപയർ അത് പൊടിച്ചിട്ട് അതും നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ആ മുഖക്കുരുമ്മ തേച്ച് ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് അത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ നേരിയ ചൂടുവെള്ളത്തിൽ അത് കഴുകി കളഞ്ഞാലും, എന്നിട്ട് പിന്നെ സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന കറുത്ത പാട് പോകാനൊക്കെ ആയിട്ടും, അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കുകൾ പോകാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. റോസ് വാട്ടർ ചേർത്തിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കസ്തൂരി മഞ്ഞൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒറിജിനൽ തന്നെയല്ലേ എന്നുള്ളത്, ഒറിജിനൽ ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വാങ്ങിക്കാനായിട്ട്, ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരാം. താങ്ക് യു.